നടപടിക്രമങ്ങളും പൂർത്തിയാക്കി നടത്തിയ ഫാമിലെ തൊഴിലാളി നിയമനം ഭരണമാറ്റത്തോടെ നിർത്തിവെക്കാൻ ഉത്തരവിട്ടതിനെതിരെ CPIM എടക്കര ഏരിയ കമ്മിറ്റി ജൂലൈ 22 രാവിലെ 10 മണിക്ക് ഫാമിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. ജില്ലാ സെക്രട്ടറി VP അനിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് CPIM നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിത്ത് കൃഷിത്തോട്ടമായ മുണ്ടേരി കൃഷിഫാമിൽ നിയമനം അട്ടിമറിക്കുന്നതിനെതിരെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ 22-ാം തീയതി രാവിലെ 11 മണിക്ക് ഫാമിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ LDF ഗവൺമെൻറ് കഴിഞ്ഞ ഏതാണ്ട് 5-6 മാസം മുമ്പ് തൊഴിലാളികളെ അവിടെ എടുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ജില്ലാ മുനിസിപ്പൽ കൃഷി ഓഫീസർ നിലമ്പൂർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നും വിദ്യാർത്ഥികളെ ക്ഷണിക്കുകയും ഏതാണ്ട് 51 ആളുകളെ അവിടെ ജോലിക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 40 പുരുഷന്മാരും 11 വനിതകളുമാണ്. ഇവർക്ക് എല്ലാ മാനദണ്ഡം പാലിച്ച് ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് ഇവരെടുത്തത്. ഏതാണ്ട് ഒരു 500ഓളം ആളുകളെ ഇതിന് ഇൻ്റർവ്യൂവിനെ അവർ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് 81 ആളുകളെ സെലക്ട് ചെയ്തത്. ഈ സെലക്ട് ചെയ്ത ആളുകൾക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്തു. ജൂൺ 1-ാം തീയതി അവിടെ ജോലിക്ക് കയറാൻ വേണ്ടി ചെന്നപ്പോഴാണ് മുൻ ഒരറിയിപ്പും ഇല്ലാതെ തന്നെ ഈ ഒരു ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിയമനം നിർത്തിവെച്ചതായി ഉദ്യോഗാർത്ഥികളോട് പറയുന്നത്. അത് ഉദ്യോഗാർത്ഥികൾ അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടി ഫാമിന് ജോലിക്ക് ചെല്ലുമ്പോഴാണ് ഈ വിവരം അവരോട് പറയുന്നത്. ഇതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഫാമിൻ്റെ പ്രവർത്തനം ആകെ കളം തെറ്റിക്കുന്നതിനുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ എന്ന് പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കിയത് നിലമ്പൂരിൻ്റെ MLA ആണ്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ജോലിക്ക് എടുത്ത 51 ആളുകൾ ഒന്നും CPM-ൻ്റെ ആളുകളല്ല, അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരല്ല മഹാഭൂരിപക്ഷം എന്ന് പറയുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുണ്ട്, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇതിൽ ജോലിക്ക് എടുത്തിട്ടുണ്ട്. LDF-ൻ്റെ ഗവൺമെൻറ് കാലത്ത് എടുത്തത് മുഴുവൻ LDF-കാരാണ് അല്ലെങ്കിൽ CPM-മാരാണെന്ന് ധാരണ ആർക്കും ഉണ്ടാവേണ്ടതില്ല. ഇത് പൂർണ്ണമായി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ 51 ആളുകളവിടെ ജോലിക്ക് എടുത്തത്. അപ്പോൾ ഇതിൽ അടിയന്തരമായി ഈ 51 ആളുകൾക്ക് അവിടെ ജോലി കൊടുക്കണം എന്നാണ് CPM ആവശ്യപ്പെടുന്നത്. അവിടെ 1980-ലാണ് ആ ഫാം തുടങ്ങിയത്. അന്ന് അവിടെ ഏതാണ്ട് 360 ആളുകളെ ജോലിക്ക് എടുത്തിട്ടുണ്ട്. ഇന്നവിടെ 305 ആളുകളെ ജോലിക്കുള്ളൂ. അപ്പോൾ ഈ ബാക്കിയുള്ള ആളുകളെ ഈ 51 ആളുകളെ അടിയന്തരമായി ജോലി പ്രവേശിക്കുകയും ഫാമിൻ്റെ പ്രവർത്തനം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുള്ള ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് CPM-ന്റെ ആവശ്യം. സ്ഥലം MLA ആണ് ഫോൺ കോളിൽ തെറ്റായ പരാതി ഉന്നയിച്ച് നിയമന അട്ടിമറിക്ക് പിന്നിലുള്ളത്. നിയമന ഉത്തരവ് ലഭിച്ച് ജോയിൻ ചെയ്യാൻ വന്ന ഉദ്യോഗാർത്ഥികളെ തിരിച്ചയക്കുകയായിരുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന കത്ത് നൽകി അപേക്ഷ ക്ഷണിച്ച് ഇന്റർവ്യൂ നടത്തി നിയമാനുസൃതമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച നിയമനമാണ് ഭരണം മാറിയതോടെ UDF സർക്കാർ അട്ടിമറിച്ചത്. 51 ഒഴിവിലേക്കാണ് പുതിയ നിയമനം നടക്കേണ്ടിയിരുന്നത്. ഇതിൽ 40 പുരുഷന്മാരും 11 സ്ത്രീകളുമാണ്. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജില്ലാ എംപ്ലോയ്മെന്റിന് കത്ത് നൽകി നിലമ്പൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും ജില്ലാ സംവരണ നടപടിക്രമങ്ങളും പാലിച്ച് സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയാണ് നിയമന നടപടികൾ നടത്തിയിരുന്നത്. ഇതിൽ നിന്നും അർഹതയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ലിസ്റ്റിന് സർക്കാർ അംഗീകാരം ലഭിച്ച് ജൂൺ മുതൽ ജോലിയിൽ പ്രവേശിക്കാൻ കത്തയച്ചു. ഇതിനിടെയാണ് നിയമന നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന കൃഷി ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. 1980-ൽ നായനാർ സർക്കാരിന്റെ കാലത്ത് KR ഗൗരിയമ്മ കൃഷിവകുപ്പ് മന്ത്രിയായിരിക്കെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ വിത്ത് കൃഷിത്തോട്ടമായ മുണ്ടേരി കൃഷിഫാം ആരംഭിച്ചത്. സാഡോ സ്കീമിൽ ഉൾപ്പെടുത്തി 505.29 ഹെക്ടറിലാണ് ഫാം സ്ഥിതി ചെയ്യുന്നത്. 350 തൊഴിലാളികളാണ് ഫാമിലുള്ളത്. മുണ്ടേരി ഫാം ഗേറ്റ് മുതൽ തലപ്പൊലി വരെ 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഫാം സ്ഥിതി ചെയ്യുന്നത്. 2019-ലെ പ്രളയത്തിൽ തകർന്ന ഫാമിന്റെ പുനർനിർമ്മാണത്തിനായി റീബിൽഡ് കേരള പദ്ധതിയിൽ 36 കോടിയാണ് LDF സർക്കാർ അനുവദിച്ചത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പലതും പൂർത്തിയായി, ചിലത് പുരോഗമിക്കുന്നു. തൊഴിലാളി നിയമന അട്ടിമറിയിലൂടെ സംസ്ഥാനത്തെ മികച്ച കൃഷിഫാമിനെ തകർക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 51 തൊഴിലാളികളെയും ഉടൻ നിയമിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPIM ഏരിയ കമ്മിറ്റി ഫാമിലേക്ക് മാർച്ച് നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ CPIM ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P സഹീർ, AT റെജി, M സുകുമാരൻ എന്നിവർ സംസാരിച്ചു.
SS Gold, pure gold. SS Group, Nilambur.